ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ആർട്ട് ഡയറക്ടർ ശ്രീ സാബു സുരലിൻ്റെ സഹായിയായി കലാസംവിധാന സഹായിയായി കരിയർ ആരംഭിച്ച ശ്രീ ബാവ ഒരുപാട് മലയാള സിനിമകളുടെ കലാസംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യ കലാസംവിധാന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാമധേയങ്ങളിലൊന്നാണ്. ബാവ ഇന്ന് നമ്മൾ ശ്രീകാന്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ആഡ് ഫിലിം ഷൂട്ടിംഗ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജോലികൾക്കിടയിലാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിരിക്കുന്നത്. ബാവയോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ചോദിക്കാം. നമസ്കാരം ബാവ. ഇത് ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ അല്ലേ? ശരിക്കും ഒറിജിനൽ ഒരു ലോബിയെ നമ്മൾ എല്ലാം കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താ ബെഡ്റൂം വേണം, ഇവിടെ തന്നെയാണ് നമ്മൾ ഫുൾ ഷൂട്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഫുൾ ഷൂട്ട് ഇവിടെ തന്നെയാണ്. ഈ ലോബിയിൽ തന്നെയാണ് നമ്മൾ ഡൈനിങ് റൂം ചെയ്യുന്നത്, ലിവിങ് റൂം ചെയ്യുന്നത്, ബെഡ്റൂം ചെയ്യുന്നത്. എല്ലാം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫർണിച്ചറുകൾ മാറ്റും, ബാക്ക് ഡ്രോപ്സ് മാറ്റും. നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. സിനിമയിലെ ഒരു ആർട്ട് ഡയറക്ഷൻ വർക്കും ആഡിലെ ആർട്ട് ഡയറക്ഷൻ വർക്കും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് പ്രധാനമായിട്ട്? നമ്മൾ ആര് സിനിമ കണ്ടാലും എത്ര വലിയ ഒരു ആർട്ടിസ്റ്റ് കണ്ടാൽ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ മുഖം 50% ആൾക്കാർ ആർട്ടിസ്റ്റിൻ്റെ മുഖം, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കും. അതുപോലെ പക്ഷേ അതല്ല, ഇത് പെർഫെക്ഷൻ മീൻസ് എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എന്താണ് സംഭവം, ഈ 30 സെക്കൻഡ്സിൽ എന്താ കഥ പറയുന്നത്, ആ കഥ പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്താണ്. അങ്ങനെ അതുകൊണ്ട് സിനിമയെക്കാളും ഭയങ്കര ഡിഫറെൻ്റാണ് ഈ ആഡ് ഫിലിംസിന് ഒരു സൗകര്യം കൂടുതലുണ്ട്. അതായത് ഓരോ ഷോട്ടും പ്രീ പ്ലാൻഡ് ആണ്. ഒരു ഷോട്ടിൽ അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ സിനിമയാണെങ്കിൽ ഒരു വീട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വീട് കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം. എങ്ങനെ എവിടേക്കൊക്കെ ഇത് തിരിച്ചു വയ്ക്കുന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലേ? ഇതാകുമ്പോൾ അത് ഒരു ഫ്രെയിം, ഒരു സ്റ്റോറി ബോർഡിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാവും. പക്ഷേ ആ ഫ്രെയിമിൽ അവർ വരയ്ക്കുമ്പോൾ എല്ലാം അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് ക്യാമറയിൽ കൂടി വരുമ്പോൾ ചിലപ്പം അത് മാറ്റേണ്ടി വരും. വരയ്ക്കുന്നത് എല്ലാം എടുക്കാൻ പറ്റില്ല. വരയ്ക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ അത് ഉണ്ടാവുന്നത്. പക്ഷേ വെക്കുമ്പോൾ ചിലപ്പം ക്യാമറയിൽ കാണുമ്പോൾ അതെന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടാവും. അപ്പോൾ അതെടുത്ത് മാറ്റി, അപ്പോൾ ഫുൾ ടൈം നിൽക്കും വേണം. അതായത് ക്യാമറ തുടങ്ങുന്ന മുതൽ തീരുന്ന വരെ ഫുൾ ടൈം നിൽക്കുന്നുണ്ടാവണം. കാരണം ഇത് ഓരോ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ല ഇപ്പം നമ്മൾ സിനിമ വെച്ചാൽ ഫുൾ ഒരു വീട്, ഓക്കെ ഇവിടെ ഒരു ബ്ലോക്ക് ഇത് മതി എന്നുള്ളതാണ്. ഇതല്ല, ഈ ബ്ലോക്ക് അവർ പെർഫെക്റ്റാണ്. ആ പെർഫെക്ഷൻ ആക്കണം. ഈ ആഡ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഒരു 2-3 വർഷം. അതിൽ ഈ ഒരു വർഷം ഞാൻ ഫുൾ ആഡ്സ് തന്നെയാണ്. സിനിമ വളരെ കുറവാണ് ചെയ്യുന്നത്. ആഡ് ഫിലിംസിൽ ഉപയോഗിക്കുന്ന കളർ സ്കീമിങ്ങും നമ്മുടെ സിനിമയിൽ ഉപയോഗിക്കുന്നതും തമ്മിൽ കളർ സ്കീമിങ്ങിൽ വ്യത്യാസം ഭയങ്കര വ്യത്യാസം. കാരണം സിനിമയിൽ ഒരിക്കലും, അപ്പോൾ നമ്മൾ ഡിസ്കഷൻ സമയത്തൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഞാൻ ആരും കുറ്റം പറയല്ല. കാരണം അത് ഒരു എങ്ങനെ പോസിബിൾ അല്ല. അവസാനം സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇന്ന കളർ സ്കീമിലാണ് പോകേണ്ടത്. അങ്ങനെ വളരെ കുറച്ച് ഡയറക്ടേഴ്സ് അല്ല കുറച്ച് ക്യാമറാമാൻസ് മാത്രം അങ്ങനെ, അത് അത്രയും ബഡ്ജറ്റ് ഫിലിം ആയിരിക്കണം. ഇത് അങ്ങനെയല്ല. ഇത് പക്ക ആ കളർ സ്കീം എന്താ പ്ലാൻ ചെയ്ത് ആ കളർ സ്കീം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. വി ആർ നോട്ട് ആഡിങ് മോർ കളേഴ്സ് ഓർ എല്ലാം. ആഡ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്ട്രോബർ കളേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ മുമ്പ് ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിവ് ബിൽഡേഴ്സിൻ്റെയും കല്യാൺ സിൽക്സിൻ്റെ ഇപ്പോൾ പൃഥ്വിരാജിന് വെച്ചത്. അതൊക്കെ വന്നിട്ട് ഓരോ കളർ സ്കീം എല്ലാതും കാണാൻ പറ്റും. ബജറ്റിങ്ങും ഓരോ ആഡ്സും തമ്മിൽ വാരി ചെയ്യില്ലേ? ഉറപ്പായിട്ടും. അത് അതായത് അക്കോർഡിംഗ് ദറ്റ് എന്താ പറയുക പ്രോഡക്റ്റ് അതനുസരിച്ച് ചെയ്തതിൽ ഒരു ഭയങ്കര എന്താ പറയണ്ട, ഭയങ്കര റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലടിച്ച് പോയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞ എനിക്ക് ചിലപ്പോൾ നമ്മൾ ജിസ്മോൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അതിരപ്പള്ളിയിൽ. അത് കുറച്ച് നല്ല അഡ്വഞ്ചറസ് ആയിട്ടിൻ്റെ വർക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ ഞാൻ VKPയുടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അഡ്വഞ്ചറസ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അകത്ത് നമ്മളൊരു പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചിട്ട് ഈ ബോട്ട് റോയിങ്ങിൻ്റെ ഒരു ഇതാണ്. ഒരു ചിറ്റ് ഫണ്ട് മാധവനൊക്കെ അഭിനയിച്ചതാണ്. അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ പ്ലാറ്റ്ഫോം അടിച്ച് ഇവരെ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയി ആ വെള്ളത്തിൽ എങ്ങനെ അവരെ കെട്ടി നിർത്തും എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. നല്ല വർക്കായിരുന്നു. സിനിമയ്ക്ക് ഒരു ഇടക്കാലത്ത് സംവിധായകൻ ലൊക്കേഷൻ കാണാനേ പോകാറില്ല. ആർട്ട് ഡയറക്ടറും ക്യാമറാമാനും കൂടി പോകുക, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും മാനേജറും കൂടി പോകുക എന്ന് പറയുന്നൊരു രീതിയായിരുന്നു. ഈ പരസ്യത്തിലും അങ്ങനെ തന്നെയാണോ? ഇല്ല, പരസ്യത്തിൽ അങ്ങനെയല്ല. സ്റ്റോറി ബോർഡ് ആയി കഴിഞ്ഞാൽ ആദ്യം ഡയറക്ടറും ആർട്ട് ഡയറക്ടറും ക്യാമറാമാനും പോയി മസ്റ്റായിട്ട് ലൊക്കേഷൻ കണ്ടാലേ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തെക്കുറിച്ച്? അഡ്വക്കേറ്റാണ് എൻ്റെ വൈഫ്, ഷെമ്മി എന്നാണ് പേര്. ഒരു മോളുണ്ട്. ഷീ സ്റ്റഡിങ് അറ്റ് 3rd സ്റ്റാൻഡേർഡ് അറ്റ് വിദ്യോദയ. അപ്പോൾ ഏതായാലും വളരെ നല്ല ഒരു മുന്നോട്ട് പോക്ക് ആശംസിക്കുന്നു. രവിവർമ്മൻ എന്ന സുപ്രസിദ്ധ സിനിമാറ്റോഗ്രാഫറുടെ സഹായിയായിട്ട് കരിയർ ആരംഭിച്ച സുധി ആണ് ശ്രീകാന്തിൻ്റെ ഈ ആഡ് ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫർ.
ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ എക്സ്പേർട്ടാണ് സുധി. അപ്കമിങ് ആയിട്ടുള്ള മലയാളി സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ ഒരു ശ്രദ്ധേയമായ നാമധേയമാണ് സുധി. സുധിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സുധി. ഇത് ക്യാമറ 5D ആണ്. എന്താ 5D ചൂസ് ചെയ്യാൻ കാരണം? 5D ഇത് ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ആഡിൽ കുറച്ച് പ്രിഫറബിൾ ആയിട്ട് നമുക്ക് തോന്നി. നല്ല റെസൊല്യൂഷൻ ഔട്ട് കിട്ടും. ഇപ്പോൾ 7D ക്യാമറ ശരിക്കും 5Dക്ക് ശേഷം വന്നതല്ലേ? അപ്പോൾ സാധാരണ കൂടുതൽ പുതിയത് വരുമ്പോൾ പഴയത് പിന്തള്ളപ്പെട്ട് പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴും 5D നിങ്ങളൊക്കെ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താ? 5D ആദ്യം ഇറങ്ങിയപ്പോൾ 25-30 ഫ്രെയിംസ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് 7Dയിൽ 24 ഫ്രെയിംസ് ഇറങ്ങിയത്. അപ്പോൾ 7D ആദ്യം ഇറങ്ങിയപ്പോൾ അതുണ്ടായിരുന്നില്ല. ഇതിൽ ലെൻസസ് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്? ഇതിൽ ലെൻസസ് ഇപ്പോൾ ഈ ലെൻസ് ഇപ്പോൾ 24-70 ലെൻസാണ്. 70-200 ലെൻസുണ്ട്, ടെലിയുണ്ട്, പിന്നെ ഒരു ഫിഷ് ലെൻസ് 14. അത്രയും ലെൻസുകൾ ഇതിൽ യൂസ് ചെയ്യാം. ഈ ക്വാളിറ്റിയിൽ ഈ 70 ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതോ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 5D ക്യാമറ ക്വാളിറ്റിയിൽ കുറച്ച് ലോ ലൈറ്റ് സെൻസിറ്റീവ് ക്യാമറയാണ്. ഇപ്പം 70 ഇതും തമ്മിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഇത് പ്രിഫർ ചെയ്യാനുള്ള ഒരു വേറെ എന്തൊക്കെ റീസൺസ് ഉള്ളത്? ഇപ്പോൾ 5D ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്ത് ഈ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഫുൾ ഫ്രെയിം ആവശ്യമുണ്ട്. 70 ആക്ച്വലി 35mm ഫിലിമിൻ്റെ ഗേറ്റാണ്. ഇത് അതിന് കുറച്ചുകൂടി വലിയ ഗേറ്റാണ്. കൂടുതൽ ഫ്രെയിം കൂടുതൽ കൺസീവ് ചെയ്യാൻ പറ്റും. മൂവി ക്യാമറ യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സൗകര്യം, സൈസ്, സ്പേസ് കൺസ്യൂം ചെയ്യുന്നത്, പിന്നെ ഫിലിമിൻ്റെ വില അതനുസരിച്ച് ഇത് നമ്മൾ ഇതിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇത് ഫിലിമിലേക്ക് പറ്റും. ഫിലിമിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2K അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ ഔട്ട് എടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. 5Dയിൽ ചെയ്ത പ്രധാനപ്പെട്ട ആഡ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തത് ഫോസ്റ്റേഴ്സിൻ്റെ ആഡ് ചെയ്തു. പിന്നെ എന്താ സ്കിൻ കെയറിൻ്റെ ഇന്ദുലേഖ സ്കിൻ കെയർ, സ്പൈസ് റൂട്ട് എന്നൊരു ഒബ്രോണിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ആഡ്. അത് തിയേറ്ററിലാണ്. പിന്നെ VGN ജ്വല്ലറി എന്ന് പറഞ്ഞൊരു പാർവതി ഹോമിനെ കൊണ്ട് വെച്ചിട്ട് ഒരു ആഡ് ചെയ്തു. സുധിയുടെ ഒരു കരിയറിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതെ, രവിവർമ്മയുടെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പഠിച്ചത്, ബുക്സും വായിച്ച് അങ്ങനെ. അദ്ദേഹത്തിനോടൊപ്പം ജോയിൻ ചെയ്തത് സ്ട്രൈറ്റ് ആയിട്ട്? ഫസ്റ്റ് ഫിലിം ദശാവതാരം ആയിരുന്നു. അതിനുശേഷം പുള്ളിയുടെ ആഡ്സും ഫിലിമായിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 years 4 years ഒക്കെ ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.